ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറയുന്ന വാക്കുകളാണ്. എന്താണ് ഈശോയോട് ചോദിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞിരിക്കും. ഇതിലൂടെ ഈശോ നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ടായിരിക്കണം? നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും ഭൗതികമായ ദാഹം തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ എനിക്ക് നല്ല ഒരു ജോലി വേണം, നമ്മൾ ഓടി എന്നെ അടുക്കും, ഈശോയുടെ അടുത്ത് വരും പ്രാർത്ഥിക്കും. നല്ലൊരു ഭവനം വേണം, ഈശോയുടെ അടുത്ത് വരും പ്രാർത്ഥിക്കും, നമുക്ക് കിട്ടും. അല്ലെ, കടബാധ്യതകളുണ്ട്, അത് നീങ്ങിപ്പോകണം. രോഗങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, ഇവയൊക്കെ മാറിപ്പോകണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന പലപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് മാറുകയും. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നു, എന്താണ് നീ നിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്? നിത്യജീവന് ഉതകുന്ന കാര്യങ്ങള് ചോദിച്ചു വാങ്ങിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ ദൈവത്തോട് ചോദിച്ചാല് ദൈവം നിനക്കത് തരും. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമേ. ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചോദിക്കാറില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനയിലെ കുറവെന്താണ്? എന്താണ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്റെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, സ്നേഹമുള്ളവരെ, ആ പ്രാർത്ഥന മാത്രം പോരാ. ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കണ്ട എന്നല്ല, മറിച്ച് ഭൗതികമായ കാര്യങ്ങൾക്കുപരിയായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിന്, നിത്യജീവന് ഉതകുന്ന കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുവാനായിട്ട്, ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് ഈ ലോക ജീവിതത്തിനപ്പുറം എൻ്റെ ദൈവത്തിന്റെ ഒപ്പം വസിക്കണം, നിത്യജീവൻ നേടണം. അതിനുതകുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുതൽ ചേർക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.